ഒടുവിൽ മസിൽ പിടുത്തം ഒഴിവാക്കി ട്രംപ്. ഇറാനിയൻ എണ്ണയ്ക്കുമേലുള്ള ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇറാനിൽ നിന്നുള്ള എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം US താൽക്കാലികമായി നീക്കി. മാർച്ച് 20 മുൻപ് കപ്പലുകളിലേക്ക് മാറ്റിയ ഇറാൻ ക്രൂഡ് ഓയിൽ, മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിതരണത്തിനും വിൽപ്പനയ്ക്കുമാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 19 വരെ ഈ അനുമതി നിലനിൽക്കുമെന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഇറാനെതിരെ USഉം ഇസ്രയേലും നടത്തിവരുന്ന യുദ്ധത്തെ തുടർന്ന് നിലനിൽക്കുന്ന എണ്ണ വിതരണ പ്രതിസന്ധി പരിഹരിക്കുകയും വിപണി സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവ് ക്യൂബ, ഉത്തര കൊറിയ, യുക്രൈനിലെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള എണ്ണ വിതരണത്തിന് ബാധകമായിരിക്കില്ല. നിലവിൽ ഏകദേശം 140 മില്യൺ ബാരൽ, അതായത് 14 കോടി ബാരൽ ഇറാനിയൻ എണ്ണ വിവിധ ടാങ്കറുകളിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ലോക വിപണിയുടെ 10 ദിവസം മുതൽ 2 ആഴ്ച വരെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയാകുന്നത്ര അളവാണ്. നിലവിലെ ഉപരോധ നീക്കത്തിലൂടെ ഈ എണ്ണ വിപണിയിലെത്തുമ്പോൾ വിലയിൽ താൽക്കാലികമായെങ്കിലും ഇടിവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് സമാനമായൊരു നടപടി മുൻപ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിച്ചിരുന്നു. കപ്പലുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഏകദേശം 130 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ വിപണിയിൽ എത്തിക്കാൻ US അനുമതി നൽകുകയുണ്ടായി. ആ നീക്കം ആഗോള വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതേ മാതൃകയിലാണ് ഇപ്പോൾ ഇറാനിയൻ എണ്ണയിലും ഇളവ് നൽകാൻ US ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം കൂടുതൽ വിതരണം ഉറപ്പാക്കുന്നതിനായി US സ്വന്തം സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിന്നും എണ്ണ റിലീസ് ചെയ്യാനുള്ള പദ്ധതിയും പരിഗണിച്ചു വരികയാണ്. ഇതിനു മുൻപ് G7 രാജ്യങ്ങൾ ചേർന്ന് ഏകദേശം 400 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലെത്തിച്ചതും വില നിയന്ത്രണത്തിന് സഹായകമായിരുന്നു. ഇന്ധന പ്രതിസന്ധിയെയും വിലക്കയറ്റത്തെയും നേരിടുന്നതിനായി ഭൗമ രാഷ്ട്രീയ തലത്തിലും നീക്കങ്ങൾ ശക്തമാവുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നത് സംബന്ധിച്ചായിരിക്കും ഇരുവരും പ്രധാനമായും ചർച്ചകൾ നടത്തുക. ജപ്പാന്റെ എണ്ണ ഇറക്കുമതിയിലെ വലിയൊരു വിഹിതം ഈ മേഖലയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവർക്കും ഈ പ്രതിസന്ധി ഗുരുതരമായ ആശങ്കയാണ്. നിലവിൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ചൈന കുറഞ്ഞ വിലയ്ക്ക് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശേഖരം ലോകത്തിനായി താൽക്കാലികമായി തുറന്നു കൊടുക്കുന്നതിലൂടെ ഏകദേശം 140 ദശലക്ഷം ബാരൽ എണ്ണ ആഗോള വിപണിയിലേക്ക് എത്തുകയും ഇറാന്റെ നടപടി കാരണം സംഭവിച്ച വിതരണ സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നതിനിടയിൽ ഇറാൻ ചില വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിക്ക് നൽകാൻ ഇനി തങ്ങളുടെ കൈവശം ക്രൂഡ് ഓയിൽ ഇല്ലെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇറാന് കൈവശം വെക്കാൻ മിച്ചമുള്ള ക്രൂഡ് ഓയിൽ ഇല്ല. അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവന വാങ്ങുന്നവർക്ക് മാത്രം പ്രതീക്ഷ പകരുന്നതാണ്. ഇറാൻ ഓയിൽ മന്ത്രാലയ വക്താവ് സമൻ ഖോഡോസിയുടെ വാക്കുകളാണിവ. ഇതിനിടയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സംഭവങ്ങളും ഒന്നൊന്നായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നു. ഇത് ഖത്തറിന്റെ LNG കയറ്റുമതി ശേഷിയുടെ 17% തടസ്സപ്പെടുത്തുമെന്നും അങ്ങനെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിൽ ഏകദേശം $20 ബില്യൺ നഷ്ടമുണ്ടാക്കുമെന്നും ഖത്തർ എനർജി സിഇഒയും ഊർജ്ജകാര്യ മന്ത്രിയുമായ സാദ് അൽ കാബി ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. നിലവിലെ സ്ഥിതിയിൽ പ്രതിവർഷം 12.8 ദശലക്ഷം ടൺ LNG കയറ്റുമതി കുറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ പ്രതിസന്ധിക്ക് കാരണമായി തീരും. തകർന്ന പ്ലാന്റുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ 3 മുതൽ 5 വർഷം വരെ എടുക്കുമെന്നും ഖത്തർ ഊർജ്ജകാര്യമന്ത്രി പറയുകയുണ്ടായി. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും സുരക്ഷാ ഭീഷണികളുമാണ്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ കടലിടുക്ക് ഇറാൻ അടച്ചതും ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള വിതരണ ശൃംഖലയെ തകരാറിലാക്കി. ഇതോടെ ദിവസേന 10 മുതൽ 14 മില്യൺ ബാരൽ വരെ എണ്ണ വിതരണം കുറഞ്ഞതായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കുറവ് വിപണിയിൽ വലിയ ആഘാതം സൃഷ്ടിക്കുകയും വില കുത്തനെ ഉയരാൻ കാരണമാവുകയും ചെയ്തു. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മീതെയാണ്. ചില ഘട്ടങ്ങളിൽ ഇത് $110 മുകളിലും എത്തിയിട്ടുണ്ട്.
ബ്രെന്റ് ക്രൂഡ് ഏകദേശം $111 WTI ക്രൂഡ് $99 സമീപത്തായാണ് വ്യാപാരം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനിയൻ എണ്ണ വിപണിയിലെത്തിയാൽ 10 മുതൽ 14 ദിവസത്തേക്ക് വരെ വിലയിൽ കുറവ് കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.